പ്രൊഡ്യൂസ് ചെയ്യടോ നാളത്തെ പത്രത്തിൽ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഒരു വീട്ടിലെ വൈദ്യുതി ബിൽ ഇതാ ഇത്രയായിരുന്നു. പിണറായി തമ്പുരാൻ ഭരിക്കുന്ന കാലത്ത് വൈദ്യുതി ബിൽ ഇതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 8 ഇരട്ടി. എങ്ങനെ? അപ്പോൾ വൈദ്യുതി ബിൽ നിങ്ങളാണ്ട് കൂട്ടി എന്നിട്ട് പറയാണ് മറ്റേ പവർ കട്ട് ഇല്ലാണ്ടിയാക്കിയെന്ന്. നരേന്ദ്രമോദിയോട് നന്ദി പറയണ്ടോ. ഇത് കേന്ദ്ര ഗ്രിഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വൈദ്യുതിയാണ്, അതല്ലാതെ പിണറായി വിജയൻ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് ഉത്പാദിപ്പിച്ച വൈദ്യുതി അല്ല കേട്ടോ. അന്തംഗമ്മികൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ വർത്തമാനം കേട്ടായിരിക്കും പിണറായി വിജയൻ കുത്തിരുന്ന് കണ്ട അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ്, റിയാസ് അവിടുന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു, KN ബാലഗോപാലൻ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു, ഇവരുടെയൊക്കെ ഗ്യാസ്, ഇവരുടെയൊക്കെ മറ്റേ അധോവായു ഉണ്ടല്ലോ, അധോവായു അതിങ്ങനെ വൈദ്യുതിയായി ഇങ്ങനെ വരികയാണെന്നാണ് ഈ ഊളകളുടെയൊക്കെ വിശ്വാസം അല്ലേ. മണ്ടന്മാരെ. എന്നിട്ട് കോടികൾ കൊടുത്തിട്ട് പരസ്യം ചെയ്യണം. ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്. ഓരോന്നെടുത്തോ. ഓരോ വാർത്തകൾ ഞാൻ പൊളിച്ചു തരാം. KSRTC എന്താണോ 10 വർഷം മുമ്പുള്ള KSRTC-യും ഇപ്പോഴത്തെ KSRTC തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ KSRTC-യെ നിങ്ങൾ ഒരു ജെട്ടി ധരിപ്പിച്ചു അല്ലേ. ഒരു ജെട്ടി മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ. ഒരു ജെട്ടി മന്ത്രി. ഒരു ജെട്ടിയുടെ പടം കൂടി കൊടുക്കണോ. ഒരു ജെട്ടിയുടെ പടം കൂടി കൊടു. KSRTC-യെ മെച്ചപ്പെടുത്തി അത്രേ. 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇപ്പോഴത്തെ സ്കൂളുകള് എന്താ ശിവൻകുട്ടിയല്ല പറഞ്ഞത് 5 സ്റ്റാർ ഹോട്ടൽ എന്ന് കരുതിയ ആൾക്കാരൊക്കെ സ്കൂളിലേക്ക് കയറുന്നു. സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല. സർക്കാർ സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല. കുട്ടികൾ ഇവിടുത്തെ CBSE സ്കൂളുകളും മറ്റ് ICSE സ്കൂളുകളൊക്കെ ചേരുകയാണ്. കാരണം എന്താണെന്നറിയോ? നിലവാരമില്ലായ്മ. വലിയ ബിൽഡിംഗ് കെട്ടിയാൽ ഒന്നും ആയില്ല. അത്യാവശ്യം ബോധം വിവരമുള്ള ഒരു മനുഷ്യനും കുട്ടികളെ സർക്കാർ സ്കൂളിൽ ചേർക്കില്ല. അത്രമാത്രം പടുദാരിദ്ര്യത്തിന്റെ കുഴിയിൽ ആണ്ടുപോയവരെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പൊ കുട്ടികളെ അയക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഇവിടുത്തെ CBSE അല്ലെങ്കിൽ അത്തരത്തിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളാണ് കുട്ടികളെ അയക്കുക. എന്നിട്ട് എന്തോ ഒരു ഭയങ്കര സംഭവം. പിന്നെന്തൊക്കെയാണ്? പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. എപ്പോഴാണ് മുടങ്ങിയത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ മുടങ്ങിയത്. കള്ളത്തരം